പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. കയറി കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മതം പാതി ഉപേക്ഷിച്ചു എന്ന് പറയാൻ എന്ന് വെച്ചാൽ പാതി ഉപേക്ഷിച്ചു എന്ന് പറയാൻ ഞാൻ എൻ്റെ തട്ടമൊക്കെ ഒഴിവാക്കിയൊരു തട്ടം ഇസ്ലാമിന്റെ പൗതിയാണ്. വ്യക്തിയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ മുഴുവനാകണമെങ്കിൽ 2 വള്ളി ട്രൗസർ, ഒരു ഷെഡ്ഡി, ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഇസ്ലാം പൂർണ്ണമായി. അതിൽ തട്ടം ഒഴിവായാൽ ഇസ്ലാം പൗതിയായി. ഇത് പുതിയ അറിവാണല്ലോ, പുതിയ ഉടായിപ്പായിട്ട് ഇപ്പം ഇറങ്ങിക്കല്ലേ. ആളെ മനസ്സിലായ നിങ്ങൾക്ക് കണ്ണനെ വരക്കുന്നതും കണ്ണനെ സ്നേഹിക്കുന്നതും ശ്രീകൃഷ്ണനെ ഹൈന്ദവ വിശ്വാസികളെക്കാൾ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് ചിത്രം വരച്ച് പോയിരുന്ന അവർ പുതിയ ഉടായിപ്പായിട്ട് ഇറങ്ങിക്കാണ് എന്നാ പറയാ. അടുത്ത് പറയും. തട്ടത്തിന്റെ പേരിൽ ഒരുപാട് ക്രൂശിച്ച് പലരും കമന്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അമ്പലത്തിൽ വരുമ്പോൾ മാത്രം ഇവള് തട്ടമിടുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ ഇസ്ലാം അല്ലെ മുസ്ലിം മത വിശ്വാസ പ്രകാരമല്ല ഇന്നേ വരെ തട്ടമിട്ടത്. അതായത് അമ്പലത്തിലേക്ക് ഞങ്ങൾക്കറിയാം അമ്പലത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് തട്ടമിട്ടിരുന്നത് എന്നും അതൊരു ബിസിനസ് ട്രിക്കാണ് എന്നും ആര് മനസ്സിലാക്കി? ഹൈന്ദവ സമൂഹം മനസ്സിലാക്കി. ആരിലൂടെ മനസ്സിലാക്കി? മുസ്ലിം സമുദായത്തിലെ ഇതേപോലെ കാര്യങ്ങളെ തുറന്ന് പറയുന്ന ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ പറഞ്ഞു, ആ അമ്പലത്തേക്ക് വരുമ്പോൾ മാത്രാട്ടോ തലയിൽ തട്ടുള്ളൂ, അതൊരു ബിസിനസ് ട്രിക്കാണ് എന്നൊക്കെ പച്ചക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ, ഹൈന്ദവ വിശ്വാസികൾ അത് സസൂക്ഷ്മമായി നിരീക്ഷിച്ചു. അപ്പോൾ മനസ്സിലായി ഇതൊരു ട്രിക്കാണ്. ഇത്രയും കാലം ഞങ്ങളിങ്ങനെ ആവേശഭരിതരായി ഞങ്ങളങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളിൽപ്പെട്ട ചിലരിൽ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കാൻ ഒരു ബിസിനസ്സിൻ്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെ മനസ്സിലായപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇങ്ങനെ റീൽസ് ഇട്ട് കിടക്കായിരുന്നു. അതായത് അവരുടെ വിശ്വാസപ്രകാരം കയറാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വരെ കയറി ചെന്നുകൊണ്ട് തൻ്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒന്നിൽ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആ പരിപാടി ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞു. ഹൈന്ദവ സഹോദരങ്ങൾ എന്ത് ചെയ്തു? വണ്ടി വിട്ടോർ. അതിൽ കച്ചവടമൊക്കെ ആകപ്പാടെ പൂട്ടിക്കെട്ടി നിൽക്കുന്നു. ഇപ്പം എന്തായി? ഇപ്പം ഞാൻ അടുത്ത ട്രിക്കറ്റ് വരികയാണ്, ഞാൻ പകുതി ഒഴിവാക്കിക്കണം. എന്ത് വെച്ചു? തട്ടം പൗതി ഒഴിവാക്കിയാൽ ഇസ്ലാം പൗതി ഒഴിവാക്കിയ മാതിരിയാണ്. എന്നാലും മുഴുവൻ വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തിനേക്കാരം ഇപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ ബിസിനസ് തന്നെക്കാരം. അതായത് എവിടെയാണോ തൻ്റെ ഉടായിപ്പ് മനസ്സിലാക്കിങ്ങാണ്ട് ബിസിനസ്സിന് കോട്ടം തട്ടിയത് അവിടെ നിന്ന് വേറൊരു ആംഗിളിൽ ഇനിയിപ്പോൾ ആ തട്ടട്ടിൻ്റെ പേരിൽ ബിസിനസ് മുടങ്ങാൻ പാടില്ല, ഇനി തട്ടടാതെ കയറാൻ പറ്റുമോ എന്നുള്ള കോലത്തിലേക്ക് വന്ന് നിൽക്കണം. ഇതൊന്നും ആർക്കും തിരിയില്ല എന്നവരൊക്കെ വിചാരിക്കും. നമുക്ക് എത്രയോ കലാകാരന്മാരുണ്ട്, നമുക്ക് ചിത്രം വരക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, എത്ര പാട്ടുകൾ. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, യൂസുഫ് അലി കേച്ചേരിയെ പോലെയുള്ള എഴുത്തുകാരൊക്കെ ഇവിടുന്ന് കടന്നുപോയ ഒരു നാടാണ് നമ്മളത് അല്ലേ. ആന്തോളനം ദോളനം മധുരിബു ഭഗവാൻ മാനസമുരളിയെ ചുംബിച്ചുണർത്തുന്ന ആനന്ദലഹരി. അങ്ങനെയൊക്കെ അത്രമേൽ സാഹിത്യങ്ങളിലൂടെ കവിതകളും ഗാനങ്ങളും എഴുതിയ എത്രയോ ചരിത്ര പുരുഷന്മാർ, മറ്റു മതസ്ഥരിൽപ്പെട്ട ആളുകളുള്ള നമ്മളെ നാട്ടിൽ ഓലൊക്കെ ആ കോലത്തിൽ പോയിട്ടാ അല്ല. നമ്മളെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാർ പല വർണ്ണങ്ങളും ചിത്രങ്ങളും പാട്ടുകളും വിവിധ മതക്കാരുടെ സംസ്കാരങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്നുണ്ട്. ഇതല്ല, ഇത് വേറെ കുറച്ച് വർഗീയപരമായിട്ടൊക്കെ അങ്ങോട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടുന്ന് തട്ടമൊക്കെ ഇട്ട് കയറി. അപ്പം എന്താവും? ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആൾക്കാർ രംഗത്ത് വരും, അതോടുകൂടി സംഘികൾ ഏറ്റെടുക്കും. അപ്പോൾ എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണനെ വരക്കുകയാണ്, ശ്രീകൃഷ്ണനെ വരക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവും? എനിക്ക് ബിസിനസ് പൊലിപ്പിക്കാം എന്നുള്ള ചിന്തയിലൂടെ കടന്നു വന്നു. ഏതായാലും ഹൈന്ദവ സമൂഹം അത് മനസ്സിലാക്കി, അതോടുകൂടി കച്ചവടം പൂട്ടി. എന്നിട്ട് ഇപ്പോൾ വന്നിങ്ങോട്ട് പറയണം, ഞാൻ അതാ ആലോചിച്ചത്, ഈ തട്ട ഒഴിവാക്കുന്നതോടുകൂടി ഇസ്ലാം പൗതി വിട്ടു എന്നാണ്. തട്ടത്തിമറയത്തോ തട്ടം പീഡിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടിയേ, ഇതവരോടൊക്കെ പറയാനുള്ളൂ. തട്ടം വല്ലാതെ പിടിച്ച് വലിക്കല്ലേ. ഇപ്പൊ പള്ളികളിലെ വാതിലൊക്കെ കണ്ടിട്ടുള്ള നിങ്ങൾ കായബയുടെ ഫോട്ടോ ഒക്കെ കൊത്തി വെക്കണ കൊത്തുപണിക്കാർ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ അവർ കൊത്തുന്നത്. ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അന്നും ഇന്നും ഒക്കെ ആശാരിമാർ കൊത്തുകയാണെന്നുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് കൊത്തുന്ന ആശാരിമാരുണ്ട്. അവരൊക്കെ പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് കഅബയെ അങ്ങേയറ്റം ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒലിപ്പിച്ചിങ്ങാണ്ട് ഇത് വേറൊരു ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ല. ഏതായാലും ഞാൻ വേറൊന്നും പറയണില്ല.
ഏതായാലും പൗതിയാണ് തട്ടം എന്ന് പറഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അടുത്ത ഉടായിപ്പേറ്റ് വന്ന് നിൽക്കുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ ഒരു നിർവാഹമില്ല. ഏതായാലും ഹൈന്ദവ സമൂഹമേ ശ്രദ്ധിച്ചോളി. അടുത്ത ബിസിനസ്സാണ്. പടം വരച്ചാൽ ഇഷ്ടപ്പെട്ടാൽ വാങ്ങിക്കോളി. അതിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ അതിനെതിരുമല്ല. പക്ഷേ ഇത് കുറച്ച് ഒരു 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 ഉടായിപ്പ് തന്ത്രം ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഇത് പറയാതെ പോകാമെന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അതല്ലാതെ ആ സഹോദരിയോട് ഒരു നിലക്കുള്ള വൈരാഗ്യമില്ല. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. പൗതി ഞാൻ തട്ടത്തിൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോഴേ ഒരു രണ്ട് സമുദായത്തിൻ്റെ അടിയിലുള്ള വിഷയമാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഉടായിപ്പിനെ തുറന്നു കാട്ടിയെന്ന് മാത്രം. നിർത്തുന്നു. നന്ദി.